ഇതൊരു പ്രവാസിയുടെ ഒരു വേദന തന്നെയാണ്. എത്രയോ പ്രവാസികളുണ്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം പ്രവാസ ലോകത്ത് ചിലവഴിക്കുകയും അവസാനം ഒരു രോഗം വരുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിപ്പെടുന്ന ദയനീയമായ എത്ര ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ മകൻ്റെ 2 കിഡ്നിയും 2 വൃക്കയും പരിപൂർണമായും തകരാറിലായിരിക്കുന്നു എന്നുള്ള സത്യം ഈ പാവങ്ങൾ അറിയുന്നു. ഞങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ല. നിങ്ങളെല്ലാം സഹായമാണ് എനിക്ക് ഉള്ളത്. ഒരു ഇത് എനിക്ക് അവൻ്റെ സഹായം എൻ്റെ നഷ്ടപ്പെട്ടു. ഇതിനൊന്നും എനിക്കില്ല. നമുക്ക് എന്തായാലും നിങ്ങളൊന്നും ബേജാറാക്കാനില്ല. എല്ലാ ആളുകളും സഹായിക്കും ഇൻഷാ അല്ലാഹ്. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അരികെയോ പിടിക്കുകയോ ഒന്നും ചെയ്യണ്ട. എന്തായാലും നിങ്ങൾക്ക് ആ സഹായങ്ങളെല്ലാം തരും. അതിൽ നിങ്ങൾ വിഷമിക്കുകയോ പിടിക്കുകയോ ഒന്നും വേണ്ട. എന്തായാലും നിങ്ങൾ ഇത് കാണുന്ന ആളുകളെല്ലാം നിങ്ങളെ സഹായിക്കും. സ്വന്തം മകന് സ്നേഹം കൊടുത്തുകൊണ്ട്, അഥവാ തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു പിതാവാണ് ഇവിടെ നിൽക്കുന്നുള്ളത്. 16-ാം തീയതിയാണ് സൻഫീറിന്റെ വൃക്ക മാറ്റിവെക്കൽ ചികിത്സ നടക്കുന്നുള്ളത്. ഇനി മണിക്കൂറുകൾ മാത്രം, ദിവസങ്ങൾ മാത്രം. എത്രയും പെട്ടെന്ന് നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിലുള്ള ഒരു സഹായം ഈ കുടുംബത്തിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ നൽകുക, ഇവരെ സഹായിക്കുക. വളരെ ദയനീയമായിട്ടുള്ള ഒരവസ്ഥ. കടബാധ്യതകൾ കാരണം സ്വന്തം വീട് വിൽക്കേണ്ട ദയനീയമായിട്ടുള്ള ഒരവസ്ഥ വരുന്നു. എല്ലാം വിറ്റതിന് ശേഷം വാടക വീട്ടിലെത്തിയ ഈ കുടുംബത്തെ തേടി മറ്റൊരു ദുരന്തവും കടന്നു വരികയാണ്. അവരുടെ മകൻ്റെ 2 കിഡ്നിയും 2 വൃക്കയും പരിപൂർണമായും തകരാറിലായിരിക്കുന്നു എന്നുള്ള സത്യം ഈ പാവങ്ങൾ അറിയുന്നു. അവസാനം വേറെ വഴിയില്ലാതെ അവർ അവനെ ചികിത്സിക്കാൻ മുന്നോട്ട് വരുന്നു. ദയനീയമായിട്ടുള്ള ആ അവസ്ഥയിലും സ്വന്തം മകന് സ്നേഹം കൊടുത്തുകൊണ്ട്, അഥവാ തൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു പിതാവാണ് ഇവിടെ നിൽക്കുന്നുള്ളത്. വളരെ ദയനീയമായിട്ടുള്ള ആ അവസ്ഥയിൽ പോലും സൻഫീർ എന്ന 28 വയസ്സുകാരനെ കൈ പിടിച്ചുയർത്താൻ തൻ്റെ പിതാവ് മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ സൻഫീറിന് സ്വാഭാവികമായിട്ടും വല്ലാത്ത സന്തോഷമുണ്ടാകാം. പക്ഷേ അദ്ദേഹത്തിൽ മാത്രം അത് ഒതുങ്ങിപ്പോവുകയില്ല. വലിയൊരു സഹായം ആവശ്യമാണ്. 10 ലക്ഷം രൂപയാണ് സൻഫീറിന്റെ വൃക്ക മാറ്റിവെക്കൽ ചികിത്സക്ക് ആവശ്യമായിട്ടുള്ളത്. നിങ്ങളൊന്ന് നോക്കുക, 61 വയസ്സ് പ്രായമുണ്ട് സൻഫീറിന്റെ പിതാവിന്. ഈ മനുഷ്യൻ 61 വയസ്സ് പ്രായം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്കൊക്കെ എടുത്തു നോക്കിയാൽ മനസ്സിലാവുന്നത് ഒരു വാർദ്ധക്യത്തിന്റെ ഒരു പരിധി ലംഘിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രായം തന്നെയാണ്. ആ പ്രായത്തിലാണ് ഈ മനുഷ്യൻ പറയുന്നത്, തൻ്റെ മകന്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ വൃക്ക കൊടുക്കാൻ തയ്യാറാണ് എന്ന്. ഈ 61 വയസ്സുകാരനായ മനുഷ്യൻ സൻഫീർ എന്ന 28 വയസ്സുകാരനായ തൻ്റെ മകന് വൃക്ക കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നത് അല്ലെ, എത്രത്തോളം വലിയൊരു കാര്യമാണ്. ഇവിടെയാണ് നമ്മൾ കരുതലിന്റെ തണലായി മാറേണ്ടത്. ഈ പ്രായമുള്ള മനുഷ്യൻ വൃക്ക കൊടുക്കാൻ തയ്യാറാണ് എന്ന് ആത്മാർത്ഥതയോടുകൂടി ഈ പ്രായത്തിലും വിളിച്ചു പറയുമ്പോൾ എന്താണ് നമുക്ക് നോക്കാനുള്ളത്? കൊടുത്തുകൂടെ സഹോദരങ്ങളെ? നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഒരു വലിയ സഹായം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. സൻഫീർ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും കൂടി നിങ്ങൾ തിരിച്ചറിയണം. 28 വയസ്സുകാരൻ, 2 വൃക്കകൾ തകരാറിലായിരിക്കുന്നു. വിൽക്കാനോ ഇനി എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും തരത്തിൽ സാമ്പത്തികം നേടാനുള്ള ഒരു വഴിയുമില്ലാത്ത ദയനീയമായ ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിൽ അവരുടെ ദയനീയത പറയാൻ അവർ തയ്യാറായത്. കൊടുക്കാൻ എൻ്റെ ഭർത്താവ് തയ്യാറാണ്. പിന്നെ ഞങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ല. നിങ്ങളെല്ലാം സഹായമാണ് എനിക്ക് ഉള്ളത്. പിന്നെ ആരുമില്ല. പിന്നെ എൻ്റെ മോൻ്റെ 6-7 കൊല്ലമായി ഗൾഫിൽ അവിടെ ആസ്പത്രിയിലുണ്ടായിരുന്നു അഡ്മിറ്റായിട്ട്. അവിടുന്ന് നേരെ കണ്ണൂർക്ക് കൊണ്ടുപോയിട്ട് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് കൊണ്ടുപോയി. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് ആകെ ഒരു മാനസികമായിട്ടൊരു ഇത് എനിക്ക് അവൻ്റെ സഹായം എൻ്റെ നഷ്ടപ്പെട്ടു. ഇനിയൊന്നും എനിക്കില്ല. നമുക്ക് എന്തായാലും നിങ്ങളൊന്നും ബേജാറാക്കാനില്ല. എല്ലാ ആളുകളും സഹായിക്കും ഇൻഷാ അല്ലാഹ്. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അരികെയോ പിടിക്കുകയോ ഒന്നും ചെയ്യണ്ട. എന്തായാലും നിങ്ങൾക്ക് ആ സഹായങ്ങളെല്ലാം തരും. അതിൽ നിങ്ങൾ വിഷമിക്കുകയോ പിടിക്കുകയോ ഒന്നും വേണ്ട.
എന്തായാലും നിങ്ങൾ ഇത് കാണുന്ന ആളുകളെല്ലാം നിങ്ങളെ സഹായിക്കും. മോനെ അയ്യോ സങ്കടപ്പെടണ്ട, ഇൻഷാ അല്ലാ ശരിയോ? ഓക്കെ. എപ്പോൾ മുതലാണ് ഈ സംഭവം അറിയുന്നത്? ഒരു 5 മാസമായി ഗൾഫിലുണ്ടാകുമ്പോൾ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് ഛർദിയും തലവേദന വന്നപ്പോൾ ഇങ്ങനെ ഉണ്ടായത്. എത്ര വർഷമായി ഈ പ്രവാസ ലോകത്ത്? 7 വർഷമായി ഗൾഫിൽ ജോലി ഉണ്ട്, റാസൽ കൈമേലാന്ന്. ഒരു പ്രവാസിയുടെ ഒരു ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ നോക്കുക. 7 വർഷമായിട്ടും പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യന് രോഗം വന്ന സമയത്ത് ചികിത്സിക്കാൻ പോലും പണമില്ലാത്ത ദയനീയമായ ഒരു അവസ്ഥയിൽ എത്തുന്നു എന്ന് പറയുന്നത് ഇതൊരു പ്രവാസിയുടെ ഒരു വേദന തന്നെയാണ്. എത്രയോ പ്രവാസികളുണ്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം പ്രവാസ ലോകത്ത് ചിലവഴിക്കുകയും അവസാനം ഒരു രോഗം വരുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിപ്പെടുന്ന ദയനീയമായ എത്ര ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഏകദേശം 10 ലക്ഷം രൂപയോളമാണ് ആവശ്യമായിട്ട് വരുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരവസ്ഥ വന്നപ്പോൾ അതൊരു വല്ലാത്തൊരു ദയനീയമായിട്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു അല്ലേ? എന്തായാലും പേടിക്കണ്ട. എന്തായാലും റമദാനൊക്കെ വരികയാണ്. റമദാന് അതിൻ്റേതായിട്ടുള്ള സഹായങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ മറ്റു മതസ്ഥർ, മുസ്ലിങ്ങളല്ലാത്ത ആളുകളൊക്കെ നിങ്ങളെ നല്ല രീതിയിൽ സഹായിക്കുന്നതായിരിക്കും. ഏതൊരു രീതിയിലും ടെൻഷൻ അടിക്കേണ്ട. എന്തായാലും സഹായം ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. 16-ാം തീയതിയാണ് സൻഫീറിൻ്റെ വൃക്ക മാറ്റിവെക്കൽ ചികിത്സ നടക്കുന്നുള്ളത്. ഇനി മണിക്കൂറുകൾ മാത്രം, ദിവസങ്ങൾ മാത്രം. എത്രയും പെട്ടെന്ന് നിങ്ങളെ കൊണ്ടാകുന്ന രീതിയിലുള്ള ഒരു സഹായം ഈ കുടുംബത്തിൻ്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ നൽകുക. ഇവരെ സഹായിക്കുക. നന്ദി.